അപ്പൊ നീ നിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? അയ്യോ എന്താ 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 സമ്മതിക്കരുത്. നിന്റെ ഈ പ്രായത്തിൽ ഈ മാവുമേലെ അണ്ണാനെ പോലെ ഓടി നടന്നിരുന്നവനാ ഞാൻ. ഇപ്പൊ അണ്ണന്റെ ചായ ഉണ്ട്, ഓടി നടക്കാൻ പറ്റണല്ലോ. അയ്യോ മാഷേ, ചിന്നമണിയെ പിടിക്കാൻ ചിന്നക്കുറുപ്പ് പിന്നാലെ ഓടുന്നു. ചിന്നമണിന്റെ ആദ്യം വീട്ടിലേക്ക് ഓടി. എന്താ അയാള് പിന്നാലെ വരുന്നുണ്ട്? ആരാ? എന്താ എന്തിനാ എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നേ? നിങ്ങളും ഞാനും തമ്മിൽ പൂർവ്വകാല ശത്രു വല്ലതും ഉണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു ശത്രുത ഇല്ല. എന്നാ പിന്നെ ഈ കളിയൊക്കെ നിർത്തി അവളെ ഇറക്കി വിട്ടൂടെ? വെച്ചോണ്ടിരുന്നതിനോട് ആരൊക്കെ ശവമായി മാറുന്ന നിശ്ചയമുണ്ടോ? ഒരാള് ശവമായി മാറില്ല. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? കുട്ടികളകത്ത് പോയേ. എന്നെ അറിയോന്ന് അവളോട് ഒന്നുകൂടി ചോദിച്ചേ. എന്താ പറയണമെന്ന് അറിയാനാ. മോളെ ഇയാളെ അറിയോ? എനിക്കറിയില്ല. നിന്നെ ഓർത്ത് നിലവിളിച്ചുകൊണ്ട് വീട്ടിലൊരു കിളവി കിടക്കുന്നുണ്ട്, അതിനെ അറിയോ? ഇല്ല. പിന്നെ ഏത് തള്ളയാടി നിന്നെ പെട്ടത്? ഇനി എന്നെ തൊട്ട കഴുത്ത് ഞാൻ കടിച്ചു കയറും. എനിക്ക് ആരും അറിയില്ല. ഞാൻ ചിന്നമണിയാണ്. ചിന്നമണി, ഈ വീട്ടിലെ ചിന്നമണി. അവള് പറഞ്ഞു കേട്ടില്ലേ തന്നെ രുക്മിണി അല്ലെന്ന്? ഈ നാട്ടിൽ ആരും പറയില്ല അവള് രുക്മിണിയാണെന്ന്. ഏത് തരത്തിൽ ചിന്നമണിയാണ് അവള്? ഇവിടെ നീ പാടത്തിനെടുത്തതാ? അതെ, ഈശ്വരന്റെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്താ. എന്താ തനിക്ക് വേണോ? പറഞ്ഞപ്പോ താൻ തെളിയിക്കണോ? ഇവളാ രുക്മിണിന്ന് താൻ തെളിയിക്കണോ? പെണ്ണുങ്ങളെ തലേന്ന് നാറി വേണ്ട മാറിക്കച്ച. തുമ്പശ്ശേരി കുറിപ്പിന് ചവച്ചു തന്നെ ഏട്ടന്റെ മോളെ കൊടുത്ത നിന്നുണ്ടല്ലോ, നിന്നെ ഞാൻ. അവളങ്ങ് പോയടോ. ഇനിയുള്ള കാലം താനും തന്റെ തുമ്പശ്ശേരി അഴിയണ്ണും. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ എണ്ണിക്കും. അവൾ അങ്ങനെ പറഞ്ഞു? എന്നെ അറിയില്ല എന്ന് പറഞ്ഞു? പറഞ്ഞു. ഇത്രയും കാലം മുത്തശ്ശി നല്ല വിളിച്ചേ, എന്നാ ഇപ്പോ കിളവീന വിളിച്ചത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നെ അവള് ചതിച്ചു എന്ന് വെച്ചാല് ഒരു ഉമ്പട്ടവളഞ്ഞ. അല്ല, ഇങ്ങനൊരു കള്ളക്കളി കളിച്ചിട്ട് അവളെ എന്താ നേടിയത്? പാമ്പിനാണ് ഈശ്വര ഇത്ര നാളും. പാമ്പല്ല, പാമ്പിനെ ചതിക്കുന്ന വിഷം അവള്. അവള് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയും മോനും കേട്ടോ? ഈ കാണുന്നൊക്കെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത് അവളുടെ തന്തയാണെന്ന് നാഴിക്ക് 400 വട്ടം ചെവിയിലോതി കൊടുത്തിട്ടില്ലേ? അതിന്റെ ഫലം അനുഭവിക്കാൻ പോണേ ഉള്ളൂ. അതിന് ഞാൻ മരിക്കണം. അതിനു മുമ്പ് അവള് വിചാരിച്ച ഒരു മാഷക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ അറിയില്ല എന്ന് രുക്മിണി പറഞ്ഞാലും അവളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ലേ? എന്റെ മുഖത്ത് നോക്കി അവൾ അങ്ങനെ പറയോ? എന്നാ എനിക്കൊന്ന് കാണണം. എന്താ ചിന്നനൊന്നും മിണ്ടാത്ത? അവൾ രുക്മിണിയാ. ആ വേഷത്തിലേ അവൾ ജീവിക്കും. ചിന്നക്കുറുപ്പിനെ ചതിച്ചുകൊണ്ട് ഒരു ചിന്നമ്മിണി പെട്ടെന്ന് അങ്ങനെ ഇവിടെ ജനിക്കണ്ട. അവൾ ഈ കാല് പിടിക്കും, ഞാൻ പിടിപ്പിക്കും. പിടിപ്പിക്കണം, അവളെ കൊണ്ട് പിടിപ്പിക്കണം. അമ്മ പറഞ്ഞതാ ശരി. അമ്മയ്ക്ക് ഇത്തിരി ഹോർലിക്സ് പാലിട്ട് തരട്ടെ? വേണ്ട, പരിചയില്ലാത്തൊക്കെ കഴിച്ചാ വയറ് വേദനിക്കും. ഇപ്പൊ അനുഭവിക്കണ വേദന തന്നെ ധാരാളാ. ഇനി അതിന്റെ കൂടെ ഇനി ആരും വരേണ്ടാവില്ല. പോയി കിടന്നോളൂ. എന്തിനാ ഉറക്കൊഴിക്കണേ? എനിക്ക് ഉറക്കൊളച്ച് നല്ല ശീലമുണ്ട്, ഒരു വിഷമമില്ല. എന്താ അത് അച്ഛന്റെ കൂർക്കം വലിയാ. ഞാൻ വിചാരിച്ചു ചിന്നക്കുറുപ്പ് എരുമപ്പുറത്ത് വരുന്നേന്ന്. ചിരിക്കാൻ പോലും പറ്റണില്ല. നല്ല വേദന ഉണ്ടല്ലേ. ഇനി തല്ലാൻ വന്ന രണ്ടിലൊന്നും നോക്കില്ല, ഞാൻ അവനെ കൊല്ലും. എന്താ, എനിക്ക് അതിനുള്ള അവകാശമില്ലേ? ഞാൻ കൊന്നോട്ടെ? വേണ്ട. എന്നാ വേണ്ട. അച്ഛന്റെ കൂർക്കം വലി കേട്ട് ഒരാളിപ്പോ അച്ഛന്റെ അടുത്ത് ഉറങ്ങാതിരിപ്പുണ്ടാവും. ആരാന്ന് പറയാൻ പറ്റുമോ? അമ്മ. എന്താ ഇത്?
ഇവിടെ കവളില് ഒന്നുമില്ല, വെറുതെ കവളിൽ തൊട്ടു നോക്കാൻ ഓരോന്ന് ചോദിക്കണതല്ലേ. അതെ, ഞാനൊന്ന് തൊട്ടോട്ടെ. വത്സലയുടെ പൂജ കഴിഞ്ഞോ ആവോ? കഴിഞ്ഞു, ഭംഗിയായിട്ട് കഴിഞ്ഞു. ശൈവഭൂതങ്ങളുടെ സന്തോഷമൊന്നും പറയണ്ട. ഇനി എനിക്ക് അങ്ങോട്ട് വരാവോ? കുടിച്ചിട്ടുണ്ടെങ്കി വരണ്ട. ഞാൻ കുടിച്ചിട്ടില്ല വത്സലേ. എന്നാ വന്നോളൂ. ആ അയ്യോ, ഈ ബംഗ്ലാവിൽ വേറെ എത്ര മുറിയുണ്ടടി നിനക്ക് പൂജിക്കാൻ? ഈ ബെഡ്റൂമിൽ തന്നെ കയറി എന്തിനാടി പൂജിക്കുന്നേ? ഇതിനകത്ത് അവര് പ്രത്യക്ഷപ്പെട്ടത്. അയ്യോ, അത് അവരും അദ്ദേഹം ഒന്നും അല്ല. ആ നാരായണൻ മാഷും ആ തന്തയ്ക്ക് പറക്കാത്തവനും വേറെ ചെറ്റകളും വേഷം മാറി വന്ന് നിന്നെ പറ്റിച്ചതാ. അതെയോ? അതേടി അതെ. അതിന്റെ ക്ഷീണം മാറാതെ ഭ്രാന്തം പിടിച്ച് ഞാൻ നടക്കുമ്പോ നീ ഇങ്ങനെ 24 മണിക്കൂറും മണിയും കൊട്ടിക്കൊണ്ട് നടന്നാൽ ഒരു രാജാവിനെ പോലെ ഈ നാട്ടിൽ ഞാൻ കഴിഞ്ഞത്. ഒരൊറ്റ രാത്രി കൊണ്ട് സകല നാട്ടുകാരെയും വശീകരിച്ച് അവരെന്റെ നെഞ്ചത്ത് കയറി. ശോ, ചന്ദ്രപ്പൻ കെട്ടേണ്ട പെണ്ണിനെ ഒതുക്കി ഒരു ചിന്നമ്മണിയാക്കി അവരങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുക. ആ ഇൻസ്പെക്ടറെ അവര് പൊക്കി. എന്നാൽ ഇനി അന്വേഷിക്കാൻ വരുന്ന ആരാണെന്നറിയാവോ? ചിന്നക്കുറുപ്പിന്റെ ബന്ധത്തിലുള്ളൊരു DSP. അത് ചിന്നമ്മണിയാണെന്ന് ഏത് നാറി പറഞ്ഞാലും കുഞ്ഞുനാളിലെ DSP അവളെ കണ്ടിട്ടുണ്ടേ. അവളെ അവിടുന്ന് പുറത്തിറക്കി ചന്ദ്രപ്പനെ കൊണ്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ചില്ലറ ചെലവായാലും തിരക്കേടില്ല. ആ അച്ഛനെ മകനെ ഈ കുറുപ്പ് തട്ടും. സകല ദുഷ്ടത്തരവും മനസ്സിലിട്ട് കള്ളരേഖയുണ്ടാക്കി ആ സാധു നാരായണ മാഷയുടെ സ്വത്ത് സ്വന്താക്കിയില്ലേ? മോഷണം കിട്ടണമെങ്കിൽ അത് തിരിച്ചു കൊടുക്ക്, അല്ലേ 2 കണ്ണും പൊട്ടിപ്പോകും. കിടന്നോളൂ, അടുത്ത പൂജ പുലർച്ചെ 4 മണിക്കേ ഉള്ളൂ. ഈ രാത്രിയും പോക്കായി. മുതലാളി, തിരുപ്പൂർ കോവിലകത്തുനിന്ന് വാളും പൊക്കെ പിടിച്ചോണ്ട് ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ആരാ? തമ്പുരാനാ? അല്ല, ഒരു നല്ല കള്ളനാ. പണ്ടാരടക്കം തന്നോടാണ് ഇപ്പൊ ചൂണ്ടാൻ പറഞ്ഞത്. ഇപ്പൊ ചൂട് ഞാൻ ഇവിടെ കൊണ്ട് വെക്കാനാ? പണ്ടത്തെ പോലെ സ്റ്റോക്ക് കൈ വെക്കുന്ന പരിപാടി ഇല്ല. ജനാർദ്ദനും ചന്ദ്രപ്പനും തോട്ടത്തേക്കാണോ? ഇവനെയും വാളും തോട്ടത്തിലെത്തിക്കുക. വാള് പോയാലും കുഴപ്പമില്ല, അവനെ സൂക്ഷിക്കാൻ പറയണം. എന്റെ ഷീറ്റ് ഇപ്പൊ അവന്റെ കയ്യില്ല. ആ ഷീറ്റ് അവൻ മുറിച്ചാൽ എല്ലാവർക്കും ജയിലിൽ പോവാം, താനടക്കം. ശരി. ആഹാ, എന്തൊരു സുഖമുള്ള രാത്രി അല്ലേ കള്ള? ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മൾ എന്തിനാ ഇതുവഴി വന്ന്? തോട്ടത്തിലേക്ക് ഇതിലെ ഒരു എളുപ്പ വഴിയുണ്ട്. നേരായ വഴിയെ പോയ നാട്ടുകാർ കാണും. ഇതിലെ ആകുമ്പോ ആൾ സഞ്ചാരം കുറവാ. അവര് വരുന്നുണ്ട്. കയ്യില് നമ്മൾ നേരത്തെ ചാക്കും വാളുണ്ട്. ആരും ആവേശം കാണിക്കരുത്. അവന്മാര് ജീവനോടെയാ വരുന്നത്. ജീവനോടെ തന്നെ അവന്മാരെ പിടിക്കണം. കള്ളനായ ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടി പിടിപ്പിക്കാനാ എന്നെ ഈ വഴിക്ക് കൊണ്ടുവന്ന്. മിണ്ടല്ലേട കള്ള. എന്താ പറഞ്ഞ? എന്താണ്? രണ്ടും കൂടെ വാളവെടുത്തോണ്ട് അങ്ങോട്ട് വന്നതല്ലേ, പിന്നെ ഇത് എവിടെ പോയി? അതവന്മാരെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് വിറ്റ് കാണും. ഇപ്പോഴത്തെ കാലത്ത് ഒരു കള്ളനും വിശ്വസിക്കാൻ പറ്റില്ല. നന്ദിയില്ലാത്ത തെണ്ടുകള്. അളിയൻ ഈ ബിസിനസ് വേണ്ടാന്ന് ഞാൻ എന്നോ പറയുന്നതാ. നല്ല നല്ല സാധനങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ ചരിത്രം പഠിക്കുക. എന്നിട്ട് അത് കക്കാൻ ആളെ വിടുക. കട്ടോണ്ട് വന്ന സാധനങ്ങൾ വാങ്ങി മറിച്ചു വിറ്റ് കോടീശ്വരനായെന്ന് വിചാരിക്കുക. അളിയൻ ഇത് നിർത്തിക്കൂടെ? ഓഹോ, ഞാനത് നിർത്തിയാൽ ഈ നാട് നന്നാവുവോ? എടാ, ഇതേ തുണി എടുത്തോണ്ട് നമ്മുടെ സ്വന്തക്കാര് അങ്ങ് ഡൽഹിയിലും തിരുവനന്തപുരത്തും നടത്തുന്ന ഇതൊക്കെ തന്നെയാണല്ലോ. ഓ, ദേ പ്രേതം ഇറങ്ങി. ഓ, ഒടുക്കത്തെ ഒരു പൂജ. കൃത്യസമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റ് മണിയെടുത്ത് കുലുക്ക് തുടങ്ങും. ഞാൻ ഇന്ന് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അപ്പൊ ഞാനോ? എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? പിശാചുക്കളായി ജനിച്ച നല്ല മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ. ശാന്തി ഉണ്ടാവട്ടെ. ശാന്തി ഉണ്ടാവട്ടെ.
ശാന്തി ഉണ്ടാവട്ടെ. സനിസ സബനി സനിസ സബനി സനിസ സബനി സനിസ സബനി സനിക്കമ്മ പദനി അവര് പോകുന്നുണ്ടോ? എന്റെ കൈ ധരിക്കുന്നു. ഒരൊറ്റ ഓട്ടം ഓടി അവളുടെ നെഞ്ചത്തിട്ട് 2 കുത്തുകുത്തി തിരിച്ചൊരൊറ്റ ഓട്ടം ഇങ്ങോട്ട് ഓടിയാലോ? ഇങ്ങോട്ടോടുമ്പോ അവൻ വന്ന് നിന്റെ നെഞ്ചത്തിട്ട് 2 എക്സ്ട്രാ കുത്തുകുത്തും. വേറെ ഒന്നും സംഭവിക്കില്ല. എടാ, കെട്ടാൻ വെച്ചിരുന്ന പെണ്ണ് വേറൊരുത്തനോട് വേഷം മാറി. ഞാനോ മറ്റേ ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഭസ്മമാ ഭസ്മം. അധികം മൂപ്പിക്കണ്ട. പ്രാന്ത് പിടിച്ചിരിക്കാൻ ഞാൻ കുത്തി കാണിക്കണം. അവനിട്ട് കുത്തടാ. അതോടെ അവള് ഫ്രീ ആവും. പിന്നെ നമ്മൾ തളിക്കുന്ന വഴി കൂടെ അവളിങ്ങ് പോരും. കത്തി മാറ്റി. എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് വേഗം പോവാം. അവരെന്തെങ്കിലും ചെയ്താലോ? പെറുക്കി നായെ തട്ടിക്കൊണ്ടുവന്ന് പരസ്യമായി സുഖിച്ചു നടക്കാൻ ഈ നാടെന്താ? നിന്റെ അമ്മയുടെ നാടാണ്. നീ ആരാ? ഞാനാരാ? ചന്ദ്രപ്പനോട്ട് കുത്തിയിട്ടുണ്ടാവും. 1 2 2 ചിലപ്പോൾ 5 6 കുത്തി. എന്നാലും എനിക്കൊരു കുത്തുകുത്താൻ പറ്റിയില്ലല്ലോ. ചേട്ടാ, കുത്ത് കിട്ടിയിട്ട് അവന്റെ പോക്ക് കണ്ടില്ലേ? ഇവനൊക്കെ ചാമല്ല മിസൈലും അയക്കണമെന്നാ തോന്നുന്നത്. ചന്ദ്രപ്പനെ കുത്തിയിട്ടില്ലേ? അവൻ ബോഡി ഗാർഡിനെ കൊണ്ടാ വന്നിരിക്കുന്നത്. ചന്ദ്രപ്പ ഞാൻ ഇടിക്കാൻ മാത്രം ഇല്ലടേ. കൊടുത്താ മതി. ഇത്തിരി പോന്ന കത്തിയും കുലപ്പിച്ച് എന്റെ ഉടുമ്പും ചോല പൊട്ടിക്കാൻ നിന്നെ കൊണ്ടൊന്നും ഈ ജന്മം സാധിക്കില്ല. നീയൊക്കെ അവന്റെ ആളല്ലേ. ഞാൻ ആരാന്നറിയോ? DSP അമ്പുജാക്ഷക്കുറുപ്പ്. കുറുപ്പാ? കുറുപ്പാണല്ലേ? ഞങ്ങള് കുറുക്കന്മാരാ. തുമ്പശ്ശേരി കുറുക്കന്റെ അളിയനും അനിയനും. അടി വീസ്റ്റേ. അവനും അവളും ഇവിടെ. ആര്? ഇയാൾ ആരാ? ആ, എന്റെ കത്തി എവിടെ? കത്തി ഇവിടെ ഉണ്ട്. കത്തിക്കൊന്നും പറ്റിയിട്ടില്ല. സേഫാണ്. പോയാ നിൽക്കാൻ നേരമില്ല. ഓട്ടത്തിൽ നിന്നെ പോലെ എനിക്കും ഉണ്ടടാ മെഡല്. അത് കാണിച്ചിട്ടാ ഞാൻ സർവീസിൽ കയറിയത്. ചിന്നക്കുറുപ്പിന്റെ രുക്മിണി, നിനക്കെന്നെ പരിചയമുണ്ടോടി? സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. നിന്റെ ചെറിയമ്മയുടെ വല്യമ്മാവന്റെ മോളാ എന്റെ വല്യച്ചിയുടെ മോള്. തൊപ്പി മാറിയ ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ഇവളുടെ പേര് മാറ്റി ഒരു കുടുംബം കലക്കാൻ നിനക്ക് ഇത്ര ധൈര്യവും? ഈ ധൈര്യം തന്നെ ഇവനാരാടി? ദേവേന്ദ്രനോ? സാറ് പോലീസ് അല്ലേ? അല്ലടാ, നിന്റെ കാലൻ. ഇവള് ചിന്നമ്മണിയാണെന്ന് സാറിന് വിശ്വാസമായില്ലെങ്കിൽ സാറ് DSP ആണെന്ന് ഞങ്ങൾക്കും വിശ്വാസമില്ല. അഭ്യാസം വേണ്ട. ഒരു അഭ്യാസം ഇപ്പൊ ഞാൻ കണ്ടു. ഇനി വല്ല അഭ്യാസവും കാണിച്ചാൽ ഷൂട്ട് ചെയ്യില്ല. അയ്യോ സാറേ, ഇത് തോക്കല്ലേ? അയ്യോ തോക്ക് തോക്ക് തോക്ക്. കേറ്.